Welcome to EduFix Academy. Hello dear students. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ, അല്ലെങ്കിൽ പുതിയൊരു സെമസ്റ്റർ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ സബ്ജക്ട്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് BCOE 141 ആണ്. BCOE 141ന്റെ പേപ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു BCOE 141ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു തിയറി പേപ്പർ ആണ്. നമുക്ക് അധികം പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഹാൻഡിൽ ചെയ്യാനില്ലാത്ത ഒരു പക്കാ തിയറി പേപ്പർ ആണ്. നമ്മൾ എത്രത്തോളം ഒരു ടൈം ഇതിലോട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം കെയർഫുള്ളി നമ്മൾ ഓരോ ടേംസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മാർക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പർ തന്നെയാണ് BCOE 141 എന്നുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. സോ ഈ ഒരു മെറ്റീരിയലില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പറിൽ 6 ബ്ലോക്കുകളിലായിട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. 6 ബ്ലോക്കുകളുള്ള ഒരു പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. ഈ ഒരു 6 പേപ്പേഴ്സിലായിട്ട് 20 യൂണിറ്റ്സ് 6 ബ്ലോക്കുകളിലായിട്ട് നമുക്ക് 20 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, Unit 2 Marketing Environment, Unit 3 Markets and Market Segmentation, and Unit 4 Consumer Behavior. സോ ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ള ദ വെരി ഫസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. 4 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1ൽ വരുന്നത്. യൂണിറ്റ് 1ലും 2ലും 3ലും 4ലുമായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു മെറ്റീരിയലിനുള്ള പേപ്പറിനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു യൂണിറ്റ്സുകളാണ് ഈ 4 യൂണിറ്റ്സും. സോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ്സിന്റെ നെയിം നോക്കിയേ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് അല്ലെ. അതായത് വി ആർ ഇൻട്രൊഡ്യൂസിങ്, നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ആ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് ഈ ഒരു മാർക്കറ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് മീനിങ് എന്താണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ടേമുകൾ തൊട്ട് യൂണിറ്റ് 20 വരെ നമ്മൾ പോകുമ്പോൾ യൂണിറ്റ് 20ലായിട്ട് നമ്മൾ എമേർജിംഗ് ട്രെൻഡ്സ്, ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിംഗിന്റെ രീതി മുതൽ നമ്മുടെ എമേർജിംഗ് ട്രെൻഡ്സ്, മാർക്കറ്റിംഗിൽ വരുന്ന എമേർജിംഗ് ട്രെൻഡ്സ് വരെ ഈ ഒരു 20 യൂണിറ്റ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. 6 ബ്ലോക്കുകളാണുള്ളത്. 20 യൂണിറ്റ്സിലാണ് നമ്മൾ 20 യൂണിറ്റ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. BCOE 141 എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ നെയിം എന്ന് പറയുന്നത്. ദിസ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. ഈ ഒരു പേപ്പറിൽ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് നമുക്ക് നമ്മുടെ യൂണിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. യൂണിറ്റ് 1 ആണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് യൂണിറ്റ് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ പേപ്പറിലോട്ടുള്ള ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ യൂണിറ്റ് 1ൽ കൊടുക്കുന്നത്. സോ ഈ ഒരു യൂണിറ്റ് 1ൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ള ടേമിന്റെ മീനിങ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ വരുന്ന മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റും, പ്രൊഡക്റ്റ് കോൺസെപ്റ്റും, സെല്ലിംഗ് കോൺസെപ്റ്റും, മാർക്കറ്റിംഗ് കോൺസെപ്റ്റും, സൊസൈറ്റിയൽ കോൺസെപ്റ്റും എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്, ഹൗ മാർക്കറ്റിംഗ് ഹാസ് ഇവോൾവ്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളത്, അതിന്റെ എവല്യൂഷൻ എങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗും നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്തിരുന്നത് സെല്ലിംഗ് ആണെങ്കിൽ ഈ ഒരു കണ്ടംപററി ലൈഫിൽ നമ്മൾ പുതിയൊരു ടേം യൂസ്
ചെയ്യാണ് അല്ലെങ്കിൽ കൊണ്ടുവരികയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് ഇൻ എ ഡെവലപ്പിംഗ് എക്കോണമി, ഒരു ഡെവലപ്പിംഗ് എക്കോണമിയിൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ടേം എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മിക്സ്, എന്താണ് മാർക്കറ്റിംഗ് മിക്സ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ ടു ദ ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബുക്കിലേക്കുള്ള മെറ്റീരിയലിലോട്ടുള്ള BCOE 141 ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സോ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു BCOE 141 പഠിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിലോട്ടുള്ള പേപ്പറിലോട്ടുള്ള സ്റ്റാർട്ടിങ് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അറിയണം അല്ലെ, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അറിയണം. സോ മാർക്കറ്റിംഗിലോട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഏരിയാസിൽ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വൺ ഓഫ് ദി വെൽ നോൺ ഓഥർ ആണ് ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്. പല ഈ ഒരു മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡെഫിനേഷൻസും കാണുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ അല്ലെങ്കിൽ ഫിലിപ്പ് കോട്ട്ലർ ഡിഫൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. സോ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകൾ റെഫറൻസുകൾ നമുക്ക് കൊടുത്തിട്ടുള്ള ഓഥറാണ് ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം മാർക്കറ്റിംഗിന് കൊടുത്തിട്ടുള്ള ദ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈയിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. സോ ഇങ്ങനെയാണ് ഫിലിപ്പ് കോട്ട്ലർ മാർക്കറ്റിംഗിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്? എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈയിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ്? സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ സാറ്റിസ്ഫാക്ഷനും നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത ആക്ടിവിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് മാർക്കറ്റിംഗിന് ഫിലിപ്പ് കോട്ട്ലർ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ പലർക്കും ചിലപ്പോൾ ഡൗട്ട് വരാം, എന്താണ് ഈ എക്സ്ചേഞ്ച് പ്രോസസ് എന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ്, ഈ രണ്ട് ആക്ടിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടേം ആണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ എക്സ്ചേഞ്ച് പ്രോസസ് ഇൻവോൾവ്സ് ടു ആക്ടിവിറ്റീസ്, നെയിംലി ബൈയിങ് ആൻഡ് സെല്ലിങ്. ബൈയിങ്ങും സെല്ലിങ്ങും കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് എന്നുള്ളത്. സോ ഈ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ ഒരാളുടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് പറയാം. ട്രഡീഷണൽ വേയിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓൾഡർ ഡേയ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറയായിരുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ് ഓർ പബ്ലിക് റിലേഷൻ. ഈ മൂന്ന് ടേമുകളാണ് ശരിക്കും മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്നത് പണ്ടത്തെ കാലത്ത്. ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വർടൈസ് ചെയ്യുക, ദെൻ പബ്ലിക് റിലേഷൻ, ഇതൊക്കെയാണ്. പക്ഷെ ഈ ഒരു മോഡേൺ സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ടേമിന് കൊടുക്കുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ എക്സ്ട്രാ നമ്മുടെ മാർക്കറ്റിംഗിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൽ ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു മാർക്കറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ നീഡ്സിനെയും വാണ്ട്സിനെയും മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എന്താണോ അവർ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു നീഡ്സിനെയും വാണ്ട്സിനെയും മനസ്സിലാക്കി അവരുടെ നീഡിനെയും വാണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഐഡന്റിഫൈങ് the needs and wants of consumer and producing
the products according to their satisfaction. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അവരുടെ നീഡ്സിനെയും വാൺസിനെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അതാത് ടൈമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ആൻഡ് വാൺസ് ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന്റെ നീഡിനെയും വാണ്ടിനെയും മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്തോ അത് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്ന ഒരു സിംപ്ലസ്റ്റ് പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിങ്ങിനെ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവരുടെ നീഡും വാണ്ടും ചേഞ്ചബിൾ ആണ് അല്ലെ. അതായത് ഞാനിപ്പോ ഒരു കൺസ്യൂമർ ആണ്, എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ്, എനിക്കൊരു ഡെയിലി ഒരു 500-600 അറൌണ്ട് 500-600 ആണ് എനിക്ക് കിട്ടുന്ന ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ വാങ്ങുന്ന വേജ് അതാണ്. അപ്പോൾ എന്റെ പ്രിഫറൻസ് എന്താവും? ആ ഒരു 500-600 രൂപയുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവണം. എൻ്റെ എല്ലാ വീട്ടിലുള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞു പോകണം. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലോ കാര്യങ്ങളോ ഒക്കെ അടക്കുന്നതിന് വേണ്ടി ഞാൻ അതിൽ നിന്ന് മിച്ചം വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന, എനിക്ക് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും എമൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ലിമിറ്റഡ്. എനിക്ക് കിട്ടുന്ന പേയ്മെന്റിന് ലിമിറ്റ് ചെയ്തിരിക്കും. ഇനി ഇൻ കേസ് ഞാനൊരു ഒരു ഡെയിലി ഞാനൊരു 5000 റുപ്പീസ് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് വെക്കാം. അപ്പൊ എങ്ങനെയാവും? ഞാൻ ഫുഡ് പ്രിഫർ ചെയ്യുമ്പോൾ ഞാനൊരു കഞ്ഞിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് ചെറുതോ അങ്ങനെ ഞാൻ ചിലപ്പോൾ പ്രിഫർ ചെയ്യില്ല. എൻ്റെ ഇൻകം ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ പ്രിഫറൻസും കൂടുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രിഫറൻസ് മാറുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യും. ഞാനൊരു സാധാരണയായിട്ട് ഞാൻ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ കിട്ടുന്ന ഒരു പേയ്മെന്റ് കിട്ടുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഞാൻ ഏതെങ്കിലും അടുത്തുള്ള ചെറിയ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പലചരക്കുകൾ ഞാൻ വാങ്ങും. പക്ഷേ 5000 രൂപ 6000 രൂപ ഡെയിലി എനിക്ക് വേജസ് കിട്ടുന്നുണ്ട്, പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോവും, മാളുകളിൽ പോവും. അവിടുന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റുകൾ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ബക്കറ്റ്സിലാക്കിയിട്ട് ബില്ല് ചെയ്ത് കൊണ്ടുവരും. സോ ഇങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത്. ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ changeable according to their income level, according to their occupation, according to their സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനനുസരിച്ചിട്ടും അവർ ഒക്യുപ്പൈ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ടും അവർക്ക് കിട്ടുന്ന ഇൻകത്തിനനുസരിച്ചിട്ടും അവരുടെ എല്ലാ നീഡ്സും ചേഞ്ചബിൾ ആണ്. സോ ഒരു കൺസ്യൂമറിന് എന്ത് വേണ്ടോ, ഒരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു കൺസ്യൂമറിന്റെ പ്രിഫറൻസ് ആയിരിക്കില്ല ഒരു അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരു കൺസ്യൂമറിന്. സോ ഒരു കൺസ്യൂമറിന്റെ, നമ്മൾ എവിടെയാണോ നമ്മുടെ ബിസിനസ് ചെയ്യുന്നത് അവിടെയുള്ള കൺസ്യൂമേഴ്സിന്റെ, അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിനെയും വാൺസിനെയും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ നീഡ്സിനെയും വാൺസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈയിങ് ലെവലിലുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സിനെയും വാൺസിനെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നമ്മൾ അവരിലേക്ക് ആ ഒരു ടൈംലി നമ്മൾ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാവുന്നതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ആയിട്ടും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗിന്റെ ഒരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മാത്രമല്ല ഒരിക്കലും ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. എപ്പോഴല്ലാണ്ട് നമ്മുടെ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ആകുന്നത് വരേക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് അവിടെ എൻഡ് ആവുന്നില്ല. നമ്മൾ എപ്പോ നമ്മുടെ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്നുവോ അപ്പോൾ മാത്രമാണ് ഈ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഈ ഒരു പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് വാണ്ട്സ് ആൻഡ് അൺമെറ്റ് നീഡ്സ്.
നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സിനെയും വാൺസിനെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആസ് എ മാർക്കറ്റ് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സിനെയും വാൺസിനെയും കറക്റ്റ്ലി ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് വാൺസ്. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ദെൻ അൺമെറ്റ് നീഡ്സ്, അവര് മീറ്റ് ചെയ്യാത്ത നീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് ദ അൺമെറ്റ് നീഡ്സ് ഇൻ ടു പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അവർക്ക് വേണ്ട ഈ മീറ്റ് ചെയ്യാത്ത നീഡ്സിനെ നമ്മൾ പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും രൂപത്തിൽ, അവർ പ്രിഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും രൂപത്തിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ മൂവിങ് ദി പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു അൾട്ടിമേറ്റ് ഫൈനൽ കൺസ്യൂമർ. അതിനുശേഷം ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അത് നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലോട്ട് നമ്മൾ എത്തിക്കുന്നു. ദെൻ വി ആർ കളക്ടിങ് ദി ഫീഡ്ബാക്ക്. നമ്മൾ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് അവരുടെ നീഡ്സിനെയും വാൺസിനെയും കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആസ് എ മാർക്കറ്റർ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇംപ്രൂവൈസ് ചെയ്യാനുണ്ടോ, ട്രാൻസ്പോർട്ട് ചെയ്തതിലോ സ്റ്റോർ ചെയ്തതിലോ പാക്കേജിങ് നടത്തിയതിലോ എന്തെങ്കിലും ഒരു കറക്ഷൻ ഞാൻ ഇനി വരുത്തേണ്ടതുണ്ടോ, ഇംപ്രൂവൈസ് ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫീഡ്ബാക്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പിന്നെയും ഇതൊരു സർക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഫീഡ്ബാക്ക് വൺസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ എൻ്റെ മറ്റുള്ള കൺസ്യൂമേഴ്സിന്റെ നീഡ്സിനെയും വാൺസിനെയും മനസ്സിലാക്കാൻ ഞാൻ പോകും. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫൈനൽ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ ഞാൻ എത്തിക്കും. ദെൻ ഐ വിൽ കളക്ട് ഫീഡ്ബാക്ക് ഫ്രം ദം. ഞാൻ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. ദെൻ ഇറ്റ് വിൽ കണ്ടിന്യൂസ് till the end of the business. നമ്മുടെ ബിസിനസ് എൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ ബിസിനസിന്റെ ലൈഫ് ടൈം കഴിയുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ദെൻ ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിലോട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിങ്ങിന്റെ കോൺസെപ്റ്റുകൾ ഒന്ന് നോക്കാം. മാർക്കറ്റിങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാംസിനും കാര്യങ്ങൾക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ടേമാണ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ 5 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളാണ് നമുക്കുള്ളത്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, സൊസൈറ്റിയൽ കോൺസെപ്റ്റ്. സോ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 5 കാറ്റഗറീസിലായിട്ട് നമുക്കുണ്ട്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, സെല്ലിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ദെൻ സൊസൈറ്റിയൽ കോൺസെപ്റ്റ്. ഇനി ഓരോ കോൺസെപ്റ്റും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്നുള്ളത്. It is probably the oldest concept. ഏറ്റവും ട്രഡീഷണലി ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചില ബിസിനസ്മാൻസ് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് വളരെ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഇതൊരു ഓൾഡസ്റ്റ് ഫോം ഓഫ് കോൺസെപ്റ്റ് ആണ്. മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ഓരോ ബിസിനസ്മാൻസും ഇത്തരത്തില് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഓരോ ബിസിനസ്മാൻസും തിങ്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. കൺസ്യൂമേഴ്സിന് വേണ്ടത് അത്ര ക്വാളിറ്റി ഒന്നും അവർ നോക്കുന്നില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി ഒന്നും അവർ പ്രിഫർ ചെയ്യുന്നില്ല. ഏത് സാധനത്തിനാണോ ഏറ്റവും വില കുറവിൽ അവർക്ക് ലഭിക്കുന്നത് അതാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് ചില ടൈപ്പ് ഓഫ് ബിസിനസ് പേഴ്സൺസ് വിചാരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഇവര് മാസ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 1 or 2 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാണ്ട് വളരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റുകളെല്ലാം
കൺസ്യൂമേഴ്സിന് വളരെ കുറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രൈസിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത്തരത്തില് പ്രൊഡക്ഷൻ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്ന ബിസിനസ്മാൻസ് തിങ്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ കൺസ്യൂമേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അവർക്ക് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഏത് പ്രൊഡക്റ്റ് ആണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആവുന്നത് അത് അവരെന്ത് ചെയ്യുന്നു, പ്രിഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിലില്, ലാർജ് ക്വാണ്ടിറ്റിയില്, മാസ് ക്വാണ്ടിറ്റിയില്, മാസ്സായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം ആസ് എ പ്രൊഡ്യൂസർ ദെൻ കൺസ്യൂമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കുന്നു. അവർക്കത് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ വളരെ ലോ പ്രൈസിൽ അവർക്ക് അവൈലബിൾ ആവും. ഈ ഒരു പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് മെയിൻലി രണ്ട് സിറ്റുവേഷനിലാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് when the demand for the product is higher than the supply. സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ we think that നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താണ്, ലോ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ സപ്ലൈയേക്കാൾ കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് പിന്നെയും പിന്നെയും ഡിമാൻഡ് വരുന്നുണ്ട്. 100 സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഒരു 100 പേരും കൂടി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ when the cost of the product is high and increase in production is going to bring down the cost due to economies of scale. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വളരെ ഹൈ പ്രൈസിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും ഹൈ പ്രൈസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കോണമീസ് ഓഫ് സ്കെയിലിനെ അത് ബാധിക്കും. നമ്മുടെ പ്രൊഡക്ഷനെ അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആരും നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും ചില ബിസിനസ് പേഴ്സൺസ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് കോൺസെപ്റ്റ്. ദെൻ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാണുമ്പോൾ നമുക്കത് സിമിലർ ആണെന്ന് തോന്നിപ്പോവും അല്ലെ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോൺസെപ്റ്റും പ്രൊഡക്റ്റ് കോൺസെപ്റ്റും ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വരെ ചിന്തിച്ചേക്കാം. പക്ഷെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റും പ്രൊഡക്ഷൻ കോൺസെപ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ എന്തായിരുന്നു, അതൊരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അവിടെ ആരും ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്നില്ല. ഏറ്റവും ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നത് എന്തോ അത് നമ്മൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ആസ് എ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതാണ്. പക്ഷെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു കൈൻഡ് ഓഫ് ഡിഫറൻസ് അവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഓരോ ബിസിനസ് പേഴ്സൺസും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിസിനസ്മാൻ അവരുടെ മൈൻഡിൽ വെക്കുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് വേണ്ടത് ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റുകളല്ല, മറിച്ച് എന്താണ്, ഏറ്റവും ക്വാളിറ്റിയിൽ അവർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തോ അതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് 10 രൂപക്ക് കൊടുത്തു, അത് അവർ പ്രിഫർ ചെയ്യില്ല. നമ്മൾ 15 രൂപക്ക് സെയിം പ്രൊഡക്റ്റ് ഒന്നുകൂടിയും നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, 15 രൂപക്ക് നമ്മൾ വിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റുകളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സോ പ്രൊഡക്ഷൻ കോൺസെപ്റ്റില് ഓപ്പോസിറ്റ് ആണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ വരുന്നത്. ഇവിടെ ഓരോ ബിസിനസ്മാനും പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമറും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് മാർക്കറ്റിംഗിലെ പോലെയല്ല. ഇപ്പൊ നമ്മളൊരു മോഡേൺ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൺസ്യൂമറും പ്രിഫർ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതിന് ഒരു എക്സ്ട്രാ ആയിട്ട് അവർക്ക് 2-3 രൂപ എക്സ്ട്രാ അവർ കൊടുത്താലും വേണ്ടില്ല. എന്താണ്, അവർക്ക് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റില് ഓരോ ബിസിനസ്മാനും അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്.
So the product concept implies that a consumers favor those products that offer the most quality. അല്ലെ, കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും പെർഫോമൻസസും പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതിനൊരു ഹയർ പ്രൈസ് ഫോർ ദി എക്സ്ട്രാ, അവർ എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ പോലും അവരതിന് വില്ലിങ് ആണ്. കാരണം അവർക്ക് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടിയാലായിട്ട് മതി. സോ പ്രൊഡക്റ്റ് കോൺസെപ്റ്റും നമ്മൾ നോക്കി, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് നോക്കി. രണ്ടും തമ്മിൽ വളരെ വലിയ ഡിഫറൻസുകൾ ഉണ്ട്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ഏറ്റവും ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് അവർക്ക് കൊടുക്കണമെങ്കിൽ പോലും അവരതിന് വില്ലിങ് ആണ്. ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനെയും പോലെയല്ല, പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനെയും പോലെയല്ല. കൺസ്യൂമേഴ്സ്, ഇവിടെ ബിസിനസ്മാൻസ് ഓരോ പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവര് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് കൺസ്യൂമേഴ്സിൽ എത്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് കൊണ്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിച്ചു. ഇതൊന്നും അല്ല അവർ പ്രിഫർ ചെയ്യുന്നത്. മറിച്ച് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റുകളെ ഏത് രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ അവരുടെ മനസ്സിൽ എങ്ങനെ, അവരുടെ മൈൻഡിൽ എങ്ങനെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് മാത്രമാണ് കൺസ്യൂമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റുകളെ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. The selling concept assumes that consumers on their own will not buy enough for organizational products unless the organization undertakes aggressive sales and promotional efforts. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അവരുടെ പ്രൊഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോഷൻ എഫേർട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് അഗ്രസീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കൺസ്യൂമേഴ്സിന് അവരുടെ മൈൻഡിലോട്ട് അവരുടെ പ്രൊഡക്ട്സിനെ പ്ലേസ് ചെയ്താൽ മാത്രമാണ് കൺസ്യൂമേഴ്സ് ആ ഒരു പ്രൊഡക്റ്റിനെ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെല്ലിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത്. നമ്മൾ എത്ര ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര നല്ല രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും ചീപ്പായിട്ടുള്ള വില നിശ്ചയിച്ചിട്ടും കാര്യമില്ല. കൺസ്യൂമേഴ്സ് അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെയിൽസ് എഫേർട്ട് നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അവർക്ക് അത് വാങ്ങിക്കാനുള്ള ഡിസ്കൗണ്ട്സുകൾ, പ്രൊമോഷണൽ എഫേർട്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ബൈ 1 get 1, അല്ലെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇമാജ്, പിക്ചറൈസേഷൻ നമ്മുടെ അവരുടെ മൈൻഡിൽ നമ്മളൊരു പ്രതിമ പോലെ വെച്ചാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റുകളെ പ്രിഫർ ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടും അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നമ്മുടെ പ്രൊഡക്റ്റുകളെ പ്രിഫർ ചെയ്യില്ല. സോ ഇതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അഗ്രസീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷണൽ ടെക്നിക്സുകൾ എടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെ അവർ പ്രിഫർ ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കൺസ്യൂമറും നമ്മുടെ പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നില്ല, വാങ്ങിക്കാൻ വില്ലിങ് ആവില്ല. സോ ഇതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളുടെ മെയിൻ ആയിട്ടുള്ള 3 കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, ദെൻ സെല്ലിംഗ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റും അതുപോലെ തന്നെ സൊസൈറ്റിയൽ കോൺസെപ്റ്റും ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.